22 വർഷമായി ചെവി കേൾക്കാത്ത 65 വയസ്സുള്ള ഒരു സ്ത്രീ പറയുന്നു, എന്റെ ചെവി ഇപ്പോൾ കേട്ടു. റിസൾട്ട് നെഗറ്റീവാണ്. അവിടെ ക്യാൻസറിന്റെ ഒരു സെല്ല് പോലും ശരീരത്തിൽ അവശേഷിച്ചിട്ടില്ലായിരുന്നു. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. എനിക്ക് വേണ്ട ഒരു സുവിശേഷിക്കാവും. തലയ്ക്ക് ഭയങ്കര പെരുമാറ്റം തോന്നി, ചെവിക്കൂടെ എന്താ പറയുക. ചെവിക്ക് യാതൊരു കുഴപ്പവും ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നേയില്ല. അല്ല, ഈ ചെവി പോലെ തന്നെ എന്താന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ഒരു ഇർത്തിരിക്കും പോലെയൊക്കെ തോന്നി. കാലിന്റെ വേദനയൊക്കെ മാറിയുള്ളൂ. കാലിന്റെ വേദന യേശു തൊട്ടുണ്ടെങ്കിൽ മനസ്സിലായി. ശരീരത്തിന് എന്തോ പോകുന്ന പോലെ തോന്നുന്നു. പറയുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ ആരംഭിക്കും. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ സംഭവിക്കുക തന്നെ ചെയ്യും. എൻ്റെ മൂത്തൊരു സഹോദരൻ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മച്ചി പറയുന്നത് 12ാമത്തെ വയസ്സിൽ ആ സഹോദരൻ മരിച്ചുപോയി. അന്ന് ആ കഷ്ടകാലത്തിന് ഞാനുണ്ടായത്. അപ്പം അമ്മച്ചി പെട്ടെന്ന് ഈ മൂത്ത സഹോദരനെ ഒരു ദേറ പട്ടക്കാരനാക്കി തീർക്കാൻ ആഗ്രഹിച്ച സമയത്താണ് മരണം ഈ മകനെ കൊണ്ടുപോയത്. ആ സമയത്താണ് ഞാൻ ജനിച്ച് 1 or 2 വയസ്സുണ്ട്. അമ്മച്ചി പെട്ടെന്ന് അങ്ങ് നേർന്നു. അതിനു പകരമായി ഈ മകനെ ഒരു ദേറ പട്ടക്കാരനാക്കാം. ഞാൻ വളർന്നു വന്നൊരു 10ാം ക്ലാസ്സൊക്കെ ആയപ്പം എന്നെ അമ്മച്ചി എപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും, ദാ ഞാൻ പണ്ട് നേർന്നതാ, അതുകൊണ്ടൊരു ദേറ പട്ടക്കാരനാകണമെന്ന് പറഞ്ഞു. ഞാൻ പറയും, വേറെ ജോലിയൊന്നുമില്ല, എനിക്ക് പെണ്ണ് കെട്ടണം. അന്ന് ആകെ അറിയാവുന്ന കാര്യം ഇത്. വളർന്നിങ്ങനെ പക്വതയില്ലാത്ത പ്രായത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് പെണ്ണ് കെട്ടും. ചോദിക്കുമ്പോഴെല്ലാം പറയും, ഓ എനിക്ക് പറ്റത്തില്ല, ഞാൻ പെണ്ണ്. പക്ഷേ ദൈവം വിളിച്ചപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുവിറങ്ങാൻ ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ അമ്മച്ചി പറഞ്ഞത് കൊണ്ടോ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് കൊണ്ടോ എന്നെ സ്നേഹിക്കുന്നവരാരും പറഞ്ഞത് കൊണ്ടല്ല, പരിശുദ്ധാത്മാവിൻ്റെ ബോധ്യം അതായിരുന്നത് കൊണ്ട് ആ വഴിയിലേക്ക് ഞാൻ ഇറങ്ങി. ഇന്ന് പരിശുദ്ധാത്മാവ് അതാണ് വെളിപ്പെടുത്തുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് അതാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിന്മേൽ അയക്കുന്നത് അതാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് മെത്രാപ്പൊലിത്തയായി സ്ഥാനോരോഹിതനായപ്പോഴും ഒരു മെത്രാപ്പൊലിത്തയുടെ പദവിയിലും അധികാരത്തിലും ഒതുങ്ങി നിൽക്കാതെ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയ്ക്കും അഭിഷേകത്തിനും വേണ്ടി നിലകൊണ്ട ധീരനായ ക്രിസ്തുവിന്റെ പടയാളി. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു മെത്രാച്ചനാന്ന് പറഞ്ഞ് നല്ല കുപ്പായൊക്കെ തയ്പ്പിച്ച് ഇട്ടിറങ്ങിയാൽ എനിക്ക് എന്തെങ്കിലും വിലയുണ്ടോ? ഉണ്ടെന്ന് ചില ആളുകളൊക്കെ പറയും. പക്ഷെ ഞാൻ പറയും, അങ്ങനെ ഒന്നുമില്ല. വേഷം കൊണ്ടൊന്നുമില്ല.
വേഷം കൊണ്ടൊന്നും സംഭവിക്കത്തുമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ വില എന്നിലും നിങ്ങളിലും ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നാം പ്രാപിച്ചവരാകണം. എങ്കിൽ മാത്രമേ നമ്മിലൂടെ സ്വർഗരാജ്യം വരികയുള്ളൂ. എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഇഷ്ടം നടപ്പാകുകയുള്ളൂ. വ്യത്യസ്തനാകുവാൻ ദൈവം തന്നെ നിയോഗിച്ചപ്പോൾ ഒട്ടും മടിയില്ലാതെ ആ ശക്തിയേറെ ദൈവകരങ്ങൾ മുറുകെ പിടിച്ച് ശുശ്രൂഷയുടെ വ്യത്യസ്തമായ പന്ഥാവുകളിലൂടെ യാത്ര ചെയ്ത ശ്രേഷ്ഠ അപ്പോസ്തലൻ, പാപത്തിന്റെ ചെളിക്കുണ്ടിലകപ്പെട്ട ആയിരങ്ങളെ അഭിഷേകത്തിന്റെ കാര്യസ്പർശത്തിലൂടെ പൊട്ടിക്കരയിച്ച് അത്ഭുത മാനസാന്തരത്തിലേക്ക് നയിച്ച സ്നേഹത്തിന്റെ പ്രവാചകൻ. പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിവാൻ പോകുകയാണ്. മാനസാന്തരങ്ങൾ നടക്കുവാൻ പോകുകയാണ്. സകല അവിഹിത ബന്ധനങ്ങളും അഴിയുകയാണ്. കണ്ണുനീർ തുള്ളികളാൽ ദൈവകരങ്ങളെ ചലിപ്പിച്ച കണ്ണീരിന്റെ പ്രവാചകൻ. പൈശാചിക ബന്ധനങ്ങളിൽ കിടന്നവരുടെ ചങ്ങല പൊട്ടിച്ച് അവരെ ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് ആനയിച്ച സ്വാതന്ത്ര്യത്തിന്റെ പ്രവാചകൻ. ദൈവത്തിന്റെ മക്കൾ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ മുമ്പിൽ ഒരു പിശാചും എടുക്കത്തില്ല. വല്ലാതായിപ്പോയി. മനസ്സിൽ നിന്ന് എന്തൊക്കെയോ അങ്ങ് ശക്തിയായിട്ട് അങ്ങ് പുറത്തോട്ട് പോകുന്ന പോലെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തൊക്കെയോ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്ന പോലെ എനിക്കിപ്പോൾ വല്ലാത്തൊരു ഇത് പരിശുദ്ധാത്മാവിൻ്റെ അരൂപി എന്നിൽ നിന്ന് നിറയുന്ന പോലെ എനിക്ക് തോന്നുന്നു. പോലെ നെഞ്ചു വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്ന പോലെ തോന്നുന്നു. പേടി പോയി, ഉറപ്പാണ് പോയി. എനിക്ക് വിടുന്നു തന്നു. തിരുമേനിക്ക് പിടിച്ചപ്പോ എനിക്ക് എന്തോ എന്റെ കണ്ണിൽ കൂടെ എന്തോ വെട്ടം കേട്ട് എന്റെ കാൽ വഴി എന്തോ പോകുന്ന പോലെ തോന്നി. ഏതാണ്ട് ഒരു ശക്തി എന്നെ വിട്ട് അകന്നു പോയതുപോലെ. അത് ദുഷ്ടശക്തിയാണെന്ന് എനിക്കറിയാം. സൂര്യനുദിക്കുമ്പോൾ ഒരു പ്രകാശം ഉള്ളിലേക്ക് വന്നു. സൂര്യനുദിക്കുന്ന പോലെ ഒരു പ്രകാശം അന്ധകാരം വിട്ടുമാറും. ഇതുവരെ കാണാത്ത ഒരു വല്ലാത്തൊരു കറുത്ത ജീവി പോലെ എന്തോ ഒരു സാധനം ഇറങ്ങിപ്പോവായിരുന്നു ശരീരത്തിന്. ചോദിച്ചപ്പോ 2,80,000 ഒരു ചെവി കേൾക്കൂലെന്ന് ഇപ്പൊ കേക്കണ്ട്. ഞാൻ കണ്ണാടി ചെന്ന് നോക്കി, ആ മൊഴി ആ സ്ഥാനത്തില്ല. കൈ പൊക്കാൻ വയ്യാതെ വന്നാണ് ഇപ്പോൾ കൈ പൊക്കാം. ഇത്ര നാൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ദൈവം ഉണ്ടെന്ന്, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എനിക്ക് അസുഖം വന്നിട്ടില്ല, ഞാൻ മരുന്നുകൾ കഴിച്ചിട്ടില്ല. ഞാൻ എന്നും ഇനിയും ഈ വിശ്വാസത്തിൽ പോകും. ദിവസം 20 പ്രാവശ്യം വരെ ഇൻഹേലർ യൂസ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു പ്രാവശ്യം പോലും എടുക്കേണ്ട അവസ്ഥ. ഞാൻ മദ്യപിക്കത്തില്ല. വീട്ടിൽ വന്നു. അന്ന് യേശു ഞങ്ങളുടെ വീട്ടിൽ വന്നതുപോലെ ആയിരുന്നു. അതിന്റെ പിറ്റേ ദിവസം മുതൽ വീട് പണിയാനുള്ള എല്ലാ കാര്യങ്ങളും തുടങ്ങി. ഓപ്പറേഷൻ ചെയ്യാനിരുന്ന ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഇത് ഓപ്പറേഷൻ ആവശ്യമില്ല, ആ ഹോള് ആവശ്യത്തിന് വലുതായിരിക്കുന്നു എന്ന് ഡോക്ടർ വിധി എഴുതി. കാണത്തില്ലായിരുന്നു ഒന്നും. ഇപ്പം വ്യക്തമായിട്ട് കാണാന്ന് പറഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ എനിക്ക് എല്ലാരെയും കാണും വ്യക്തമായിട്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കൈയും കാര്യമെല്ലാം നോക്ക് എല്ലാം ശരിയായി. എന്താ കൈവച്ചം അനുഭവപ്പെട്ടെ? തലേ കൂടെ ഒരു പ്രാവ് വന്നോ. ഇന്ന് നിങ്ങളുടെ മനസ്സിൽ യേശു ക്രൂശിക്കപ്പെട്ടവനായി മാത്രം ഇരിക്കുന്നുവെങ്കിൽ പുനരുത്ഥാനം പ്രാപിച്ച യേശുവിനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമകളായി നിങ്ങൾ രൂപാന്തരപ്പെടണം. ഈ വിരൽ മടങ്ങിയില്ലായിരുന്നു. ഇത് ഇപ്പോൾ എന്നാൽ നല്ല രീതിയിൽ എനിക്ക് മടക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അസ്ഥിയെ ഉണ്ടാക്കി പല്ലും കർത്താവ് വെച്ചു കൊടുത്തു. ഇതിൽ പല ഒരു അത്ഭുതം കർത്താവ് എന്താ ചെയ്യണം. 3 വർഷമായിട്ട് മാറാത്തത് 3 സെക്കൻഡ് കൊണ്ട്. ഈ ക്യാൻസറിന്റെ 4ാം സ്റ്റേജിനെ എടുത്തു മാറ്റിയെങ്കിൽ കാൽസ്പർശനത്തിലൂടെ മരുഭൂമിയെ മലറാടിയാക്കുന്ന ദൈവപുരുഷൻ അഭിമന്യ മാത്യൂസ് മാർക്കോസ് മെത്രാപ്പൊലീത്ത.
എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥന നിർത്തിയില്ല. അത് എൻ്റെ ശക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട്. കഷ്ടതയിലും ഹല്ലേലൂയായി സ്തോത്രം പറയാൻ തുടങ്ങി. അതിങ്ങനെ യാത്ര ചെയ്യുന്ന മണിക്കൂറുകൾ ഹല്ലേലൂയായി സ്തോത്രം പറയാൻ തുടങ്ങി. അന്നേരം ഒന്നും എൻ്റെ ഹൃദയത്തിൽ ചോദ്യം വന്നില്ല. വിടുതൽ നൽകാഞ്ഞിട്ടും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടും നീ എന്തിനായി ഹല്ലേലൂയായ സ്തോത്രമൊക്കെ പറയുന്നത് പിശാച് എന്നോട് ചോദിച്ചില്ല. കാരണം ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ആ ദൈവിക വാക്കുകളിലൂടെ ദൈവത്തിന്റെ ശക്തി പ്രകാശമായി എന്നിലേക്ക് കടന്നു വന്നു. അന്യഭാഷ ആരെയും കേൾപ്പിക്കാനുള്ളതല്ല. ആത്മാവിന്റെ ശക്തിയിൽ നിറയപ്പെടുന്ന വ്യക്തികൾക്ക് ദൈവത്തെ ആരാധിക്കുന്നതിനായി ദൈവം കൊടുത്തിരിക്കുന്നതാണ് അന്യഭാഷയെങ്കിൽ അത് കാപട്യത്തിന്റെ ഭാഷയല്ല, അത് ആത്മാവിന്റെ ആരാധനയാണ്. യേശുവിന്റെ മക്കളായി തീരുവാനുള്ള ഒരധികാരത്തിന്റെ ശക്തി നിനക്ക് തന്നെങ്കിൽ, അതോടുകൂടെ പരിശുദ്ധാത്മാവിനെ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ആ അധികാരത്തിന്റെ മഹത്വവും ശക്തിയും നിന്റെ അകത്തുണ്ട്. ഒരിക്കലും ഇത് നെഗറ്റീവ് ആവത്തില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. 4ാമത്തെ സ്റ്റേജ് ആയതുകൊണ്ട് ദൈവത്തിന്റെ ആ വലിയ ഒരു അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. അതിനുശേഷം അത് നെഗറ്റീവ് റിസൾട്ടായി. ആളുണ്ടോ എന്നറിയുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ്. എങ്ങനെ ഇവള് ജീവിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ പൂർണ്ണമായിട്ട് കാണാം. എന്തോ ഒന്ന് പറന്നു പോകുന്ന പോലെ തോന്നി. ആന്റിയുടെ ചുരിദാറിന്റെ കളർ എന്താ? പച്ച. മറ്റേ അങ്കിളിന്റെ പച്ച. ഇനിയിപ്പോ കൂട്ടുകാരെ വേണോ കർത്താവിനെ വേണോ? ഒരു കണ്ണ് പൂർണ്ണമായിട്ട് പോയതല്ല, അതിപ്പോഴും ഈ കണ്ണടച്ച തിരുമേനിക്കുന്നപ്പോഴും കാണാം. 3 ഇഞ്ചക്ഷൻ എടുക്കണം, 60,000 രൂപ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പ്രയോജനപ്പെടില്ല എന്ന് പറഞ്ഞു. അത് കണ്ട് പിന്നെ അത് മതിയാക്കി. ഇപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് നല്ല കാഴ്ച. അവിടെ അക്ഷരങ്ങൾ കാണാം. പഠിക്കുന്നേ എനിക്ക് ഞാൻ കിടന്നിട്ട് ഞാൻ തന്നെയാണ് എഴുന്നേറ്റത്, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും പിടിച്ചെഴുന്നേറ്റ്. 10% പോലും കാണത്തില്ലായിരുന്നു. ഇപ്പൊ ഇത്രയും കണ്ടില്ലേ? 95%. ഈ മോൾ ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെ കളർ, അതിന്റെ കളറ് പിന്നെ കറുപ്പും വെള്ളയ്ക്കാത്ത കറുപ്പും. ഇപ്പം നേരത്തെ ഇതിങ്ങനെ വായിക്കാൻ പറ്റത്തില്ല. കണ്ണാടിയിലെ പറ്റൂല. ഈ കണ്ണ് അടച്ചു പിടിച്ചിട്ട് നോക്കി കാണാൻ പറ്റുന്ന കാണത്തില്ല. ഇല്ല, നേരെ കാണുന്നു. മങ്ങലായിരിക്കുമായിരുന്നു. ഇപ്പൊ നന്നായിട്ട് കാണുന്നു. എനിക്ക് ചെവി ഇങ്ങനെ അടച്ചു വെച്ചാൽ പറയാൻ കേൾക്കാൻ പറ്റും. കേൾക്കാൻ പറ്റുന്നു. എല്ലാരും ചേർന്നാണ് കൈയടിച്ച് മാറ്റപ്പെടുത്തിയത്. കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, ചെകിടർ കേൾക്കുന്നു, ത്വക്ക് രോഗികൾ ശുദ്ധരായിത്തീരുന്നു, മദ്യപാനികൾ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ എന്നേക്കുമായി അത് ഉപേക്ഷിക്കുന്നു. ഞാൻ ഇനിയും മദ്യപിക്കില്ല. പാപികൾ മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്നു. അധികാരത്തോടും ശക്തിയോടും മാറ്റമില്ലാത്ത ദൈവവചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ ദൈവകൃപയാൽ വൈദ്യശാസ്ത്രം പോലും ഉപേക്ഷിച്ച ആയിരങ്ങൾ വിടുതൽ പ്രാപിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ചവന്റെ അധികാരം ഒരു പള്ളിക്കകത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല. പിന്നെന്തോലെ ദൈവത്തെ ഞാൻ കണ്ടു. എന്റെ പേര് നടുവേദന മാറി. മഴയുണ്ടോന്ന് ഒന്നും കൂടെ നോക്കി. മഴ നോക്കിയില്ല, പരിപൂർണമായിട്ട് അത് മാറി. അതുപോലെ ഇങ്ങനെ കുത്തിയിരിക്കാൻ പറ്റത്തില്ല. 2 വർഷമായിട്ട് ഈ പുള്ളിക്ക് ഇങ്ങനെ കുത്തിയിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചതിന് ഫലമായി, ദൈവം തൊട്ടതിന്റെ ഫലമായി, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചതിന്റെ ഫലമായി ഇപ്പോൾ ഇരിക്കാം. ഒന്നോട്ട് എഴുന്നേറ്റ്. ആരെ കൊണ്ടുവന്നേ? ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? കാറൊക്കെ കിടത്തിക്കൊണ്ടാവുന്നത്. കാറൊക്കെ കിടത്തിക്കൊണ്ടായിരുന്നു. എന്തോ കയ്യിൽ എന്തോ ശരീരത്തൊന്ന് വിട്ടുപോയി. ചൂട് ഭയങ്കരമായ ചൂട് ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. എന്തോ ഒരു ഭാരം എന്റെ നെഞ്ചിനകത്തൊന്ന് പോയി. എന്തോ ഒരു ഭാരം നെഞ്ചിനകത്തൊന്ന് പോയി. എത്ര നാളായിട്ട് ഇങ്ങനെ ഈ തളർച്ച? 5 വർഷം. 5 വർഷമായിട്ട് അനുഭവിക്കും. എന്താന്ന് പറയാൻ പറ്റുന്നില്ല. എനിക്കൊരു അസുഖമില്ല. ശ്വാസം മുട്ടലുണ്ടായിരുന്നു, അതില്ല. അപ്പോ പിന്നെ ഞാൻ ഇന്ന് വരെ ഗുളിക കഴിച്ചിട്ടില്ല തലവേദനയ്ക്ക്. ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ, കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്താ അനുഭവപ്പെട്ടത്? എന്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഇങ്ങനെ ആവിയായി മേളിലേക്ക് പോകുന്ന പോലെ തോന്നിയിരിക്കും. എല്ലാവർക്കും ഈ കർത്താവിനെ കരങ്ങൾ അടിച്ച് സ്തുതിക്കാം.
ഒറ്റ സെക്കൻഡ് കൊണ്ട് കർത്താവ് തൊട്ടപ്പോൾ ആ 34 വർഷത്തെ രോഗത്തെ കർത്താവ് എടുത്തു കളഞ്ഞു. പിന്നെ എന്താ ഇപ്പോഴത്തെ അനുഭവം? തലയിൽ നല്ല ഒരു തണുപ്പ് പോലെ എപ്പോഴും യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്നാണ് തോന്നുന്നത്. നേരത്തെ ദേഷ്യമായിരുന്നു. ദേഷ്യം വരുമ്പോ നാക്ക് കടിച്ചോണ്ട് നാക്കിൽ കൂടെ ബ്ലഡ് വരെ വരുമായിരുന്നു. അത്രയ്ക്ക് കലിയായിരുന്നു. ഇപ്പൊ ആ ദേഷ്യം ഉണ്ടോ? ഇല്ലില്ല, അതെല്ലാം വിട്ടുമാറി. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ അതില്ല. ഏത് രോഗത്തിന്റെ പിറകിൽ ഒരു പൈശാചിക അടിമത്തമുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. വരുന്നുണ്ട്, അതുകൊണ്ടാണ് എപ്പോഴും പുറകെ തന്നെ കൈ വെച്ചോണ്ടിരിക്കുന്നത്. കൈ കൊണ്ട് നടക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ നടക്കാം. കൈ പുറകെ മാന്താൻ പോലും പറ്റില്ലായിരുന്നു. പുറവശത്തൊന്നും മാന്താൻ പോലും പറ്റില്ലായിരുന്നു. പുറവശൊന്നും ഇങ്ങനെ ചൊറിയാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ ആ കൈ പൂർണ്ണമായിട്ട് ഉയർന്നു. കൈ പുറകെ കൊണ്ടുവരാൻ സാധിക്കുന്നു. 6 വർഷം മുന്നേ ഒരു ആക്സിഡന്റ് പറ്റിയതായാലും 2 ലിഗമെന്റ് പൊട്ടി. പിന്നെ പുറത്തായിരുന്നു ജോലി. അവിടെ വെച്ച് ഇങ്ങനെ ഡ്യൂട്ടിയിലിടയ്ക്ക് ഇതുപോലെ വീണ്ടും പെട്ടെന്ന് കാല് വയ്യാണ്ടായി. പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ 1 ലിഗമെന്റ് പൊട്ടി, വീണ്ടും പൊട്ടിയിരുന്നു. എന്തോ മനസ്സിൽ തോന്നി, അഴിക്കണമെന്ന് തോന്നി, അഴിച്ചു മാറ്റി. തന്നെ അഴിച്ചു കളഞ്ഞു. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ലോ അഴിച്ചു. അല്ലല്ല, തലയുടെ ഒരു ഭാരം പോലെ തോന്നി. ഇപ്പം എത്ര നാളായി പ്രാർത്ഥന കഴിഞ്ഞിട്ട്? 2 മാസമായി അല്ലേ? 2 മാസത്തിനകത്ത് പിന്നീട് ഈ തലവേദന വന്നിട്ടേ ഇപ്പൊ 10 വർഷമായിട്ട് തലവേദന ഉണ്ടായിരുന്നു അല്ലേ? ഇത് ഈ അടുത്ത പ്രാർത്ഥന വരെ വന്നില്ലെന്ന് സാക്ഷ്യം പറയുന്നത്. തലവേദന വന്നിട്ടേ ഇപ്പൊ തലവേദന പ്രാർത്ഥിച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പം എന്റെ വേദന കുറയാൻ തുടങ്ങി. അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേനും ആ മുഴ നല്ലപോലെ അങ്ങ് ചുങ്ങിപ്പോയി. പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് ഒരു കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെസ്റ്റിന് പോയി. ആ ടെസ്റ്റ് അപ്പം നോക്കിയപ്പോൾ ഞാൻ ആദ്യമേ കിട്ടിയ റിസൾട്ട് കാണിച്ച് ഇത്ര വലിപ്പമുള്ള മുഴയുണ്ടെന്നുള്ള ആ റിസൾട്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ 2-3 പ്രാവശ്യം ഈ ക്യാമറ അകത്തോട്ടും പുറത്തോട്ടിട്ട് നോക്കിയിട്ടും അവർ പറഞ്ഞു ഇങ്ങനെ ഒരു മുഴ വന്നതിൻ്റെ യാതൊരു ലക്ഷണവും അവിടെ കാണുന്നില്ലെന്നാണ് അവർ പറഞ്ഞത്. ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ വീണു. അപ്പം എന്റെ മുമ്പിൽ പെട്ടെന്നൊരു വെളിച്ചം പോലെ വന്നു. പിന്നെ ഞാൻ ആ രൂപത്തെ കണ്ടില്ല. പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ആ വെളിച്ചം മോളുടെ ശരീരത്തിലോട്ട് വന്നോ അതോ? എന്റെ മുഖത്തോട്ട് ഇങ്ങനെ അടിക്കുകയായിരുന്നു. അപ്പൊ ആ കറുത്ത രൂപം പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ മാറി. ആ കുഞ്ഞ് 7-ാം മാസത്തിൽ ഗർഭസ്ഥ ശിശു. അതിന് അനക്കമില്ല, അത് മരിച്ചുപോയി എന്ന് ഡോക്ടർ പറഞ്ഞു അല്ലേ? എടുത്തു കളയണം എന്നാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ പിന്നീട് എന്നെ വിളിച്ചു ഞങ്ങൾ ഇവിടെ വന്ന് പിന്നത്തെ ആഴ്ച ഞങ്ങൾ ഇത് ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നപ്പോ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഇനി എങ്ങോട്ട് പോയാലും നമുക്ക് തിരുമേനിയുടെ അടുത്ത് പോയിട്ട് നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ ഡോക്ടർ ഓപ്പറേഷനുള്ള എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞിന് അനക്കം വെച്ചിരിക്കുന്നത്. ഡോക്ടർ എന്നോട് ചോദിച്ചു ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് എന്നോട് ചോദിച്ചത്. പേര് പറഞ്ഞു നേരത്തെ സംസാരിക്കുമായിരുന്നു. നേരത്തെ സംസാരിക്കൂല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കൈയും കാര്യമെല്ലാം നോക്ക് എല്ലാം ശരിയായി. സത്യം പറയുകയാണ്, ബാത്ത് ഉപയോഗിക്കാൻ പോലും പറ്റാതെ നടക്കാൻ പറ്റാതെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ മകൾക്ക് 10 വർഷമായിട്ട് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നതാണ്. അലർജിയുടെ അസുഖം എന്ന് പറഞ്ഞാൽ കാലേ മാത്രമേ ഉള്ളൂ അതോ ശരീരത്ത്? കയ്യേലും എല്ലാ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കറുത്ത പാടായിട്ട് മാറുമായിരുന്നു. അതിങ്ങനെ പൊട്ടി അളിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വെള്ളം വരുമായിരുന്നു. ഇതിന് എവിടെയൊക്കെ ചികിത്സിച്ചിട്ടുണ്ട്? എവിടെയൊക്കെ ചികിത്സിച്ചു? എന്നിട്ടൊന്നും അത് മാറിയിട്ടില്ല. അതിനുശേഷം ഈ അലർജി വന്നിട്ടില്ല. 10 വർഷമായിട്ടുണ്ടായിരുന്ന അലർജി വന്നിട്ടില്ല. ഇപ്പോൾ പൂർണ്ണമായ സൗഖ്യം കർത്താവ് കൊടുത്തു ഇല്ലേ? ഇപ്പോൾ എത്ര മാസമായി? മാർച്ചിലായിരുന്നു. അപ്പോൾ ഇത്രയും നാളായിട്ട് പിന്നീട് അത് ഉണ്ടായിട്ടില്ല. 10 വർഷത്തെ അലർജിയെ കർത്താവ് പൂർണ്ണമായി എടുത്തു മാറ്റി. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം. എനിക്ക് കൈ വെച്ചപ്പോൾ ഇവിടെ നിന്നപ്പോഴും എന്റെ കൈ മടക്കാൻ വയ്യ, വിരൽ മടക്കത്തില്ലായിരുന്നു. ഞാൻ മടക്കാൻ വയ്യാതാ വന്നത്. ഇപ്പൊ എന്റെ വിരൽ മടങ്ങുന്നു. എത്ര വർഷമായിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ട്? എനിക്ക് ഓഗസ്റ്റിൽ ആരംഭിച്ചതാ. ഈ കയ്യിലെല്ലാം ഇങ്ങനെ വരഞ്ഞതുപോലെയുള്ള പാടുണ്ട് അല്ലേ? ഡോക്ടർമാർ ഇതിന് എന്താ പറഞ്ഞേ? ഈ കൈക്ക് ഇങ്ങനെ പറഞ്ഞിട്ടില്ല.
ഇപ്പോൾ ഇത്രയും മുറിവുള്ളത് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്കിൻ എടുത്തൊന്ന് ബയോപ്സി ചെയ്യണമെന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് പല ഓയിൽമെന്റും കഴിക്കുന്നത്, എനിക്ക് ആഹാരം കഴിക്കാനോ മറ്റൊരു ഈ കൈ മടക്കാൻ പറ്റാത്ത വിഷയം എത്ര നാളായിട്ടുണ്ടായിരുന്നു? ഇങ്ങനെ ആയപ്പം തൊട്ടേ വിരലൊന്നും മടങ്ങത്തില്ല. ഈ എത്ര ഓഗസ്റ്റ് തൊട്ടല്ല, ഈ ഒരു 1.5 മാസം തൊട്ട് 1.5-2 മാസമായി ഏറെ കൂടിയിട്ട്. അപ്പൊ എന്റെ വിരൽ മടങ്ങത്തില്ലായിരുന്നു. ഇപ്പൊ എന്താണ്ട് ഇപ്പൊ വിരൽ മടങ്ങാം. കൈ ഒന്ന് ഉയർത്തി വിരലൊന്ന് മടക്കി കാണിച്ചോട്ടെ. ഞാനിവിടെ വിരൽ മടങ്ങാതാവാത്തത്. എനിക്ക് 32 വർഷമായിട്ട് തലവേദനയുടെ ഭാരം കൊണ്ട് ഞാൻ വേദനപ്പെട്ടിട്ടുണ്ട്. എങ്ങോട്ട് ഇറങ്ങിയാലും തലവേദന, എപ്പോ പോയാലും തലവേദന, വീട്ടിലിരുന്നാലും ചൂട് ഉള്ള സമയത്ത് വീട്ടിലിരുന്നാലും തലവേദന. അങ്ങനെയായി ഞാൻ തിരുമേനിയുടെ അടുത്ത് വന്ന് ഫെബ്രുവരി 19-ാം തീയതി തിരുമേനി എന്റെ തല കൈവച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല. ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല. തലവേദന വന്നാൽ ഞാൻ ഒരു 4 ടാബ്ലറ്റ് എങ്കിലും കഴിക്കാതെ എന്റെ തലവേദന മാറത്തില്ല. എനിക്ക് കിടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, അതേ അവസ്ഥ. ഒരു ജോലി 32 വർഷമായിട്ടുണ്ടായിരുന്ന തലവേദന അല്ലേ? 32 വർഷം. ആ തലവേദനയ്ക്ക് ടാബ്ലറ്റ് കഴിക്കാതെ മാറത്തേ ഇല്ല. അങ്ങനെ 32 വർഷത്തെ തലവേദന കൈവച്ചപ്പം ഒരു ഷോക്ക് അടിക്കുന്ന പോലെ ഒരു അനുഭവം. അതിന്റെ തല മുതൽ വിരലുകൾ വഴിയെ എനിക്ക് അനുഭവപ്പെട്ടു, നന്നായിട്ട് അനുഭവപ്പെട്ടു. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതി. ദൈവത്തിന്റെ മക്കൾ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ മുമ്പിൽ ഒരു പിശാചും എടുക്കത്തില്ല. ലോകാദ്യത്തിന്റെ അലയടികൾ പകർച്ചവ്യാധികളാലും ഭൂകമ്പങ്ങളാലും വെട്ടിക്കിളികളാലും അരങ്ങേറുമ്പോൾ വചനം പറയുന്നു, ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാടുകളിൽ എന്റെ ആത്മാവിനെ പകരും. പിന്നെ നോക്കിയപ്പോ പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. സൂര്യനേക്കാൾ വലിയൊരു പ്രകാശം നിന്നിലേക്ക് കടന്നു വന്നു നീ പറഞ്ഞു. എന്തായിരിക്കും ആ പ്രകാശം? യേശുവിന്റെ പ്രകാശം. ഒരു വെളിച്ചത്തിൽ നിന്ന് ഒരു കൈ വന്ന് പിടിച്ചു. വെളിച്ചത്തിന്റെ കൈ വന്ന് പിടിച്ചു. പറയാം, ദൈവമുണ്ട്. യേശുവിനെ കണ്ടു. ദൈവം ഉണ്ടായിരുന്നോ നേരത്തെ? അങ്ങനെ തോന്നിയിട്ടില്ല ഉണ്ടായിരുന്നു. ദൈവം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. ഇപ്പൊ എന്താ തോന്നുന്നു? ഇപ്പൊ ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പൊ എന്റെ നടുവേദന എനിക്ക് മാറി. ഇന്നിപ്പോ ഇവിടെ നിന്നത് നല്ലതായെന്ന് തോന്നുന്നോ അതോ വേണ്ടായിരുന്നു തോന്നുന്നു? നല്ലതായിരുന്നു. പറയാൻ കാരണം എന്താ? ദേഹത്തുനിന്ന് എന്തോ ഇറങ്ങിപ്പോയി. ഞാൻ യേശുവിന് വേണ്ടി ജീവിച്ചു. ഈ അന്ത്യകാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ദർശനങ്ങൾ കാണുന്നു. അവർ അഭിഷേകത്തിൽ നിറയുമ്പോൾ അന്ധകാരം അവരെ വിട്ടുപോകുന്നു. യൗവനക്കാർ മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്നു. ഇനിയിപ്പോൾ ഇവിടെ ഇന്ന് പ്രാർത്ഥന നടക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. വരുവാന്നേ വ്യവസ്ഥ കൊണ്ടുവരണം കേട്ടോ. വീട്ടിൽ പൊടി പിടിച്ചു വെക്കുന്ന ഷോ കേസിലോ തലയിണക്കീഴിലോ ഒക്കെ ഇരിക്കുന്ന വേദവസ്തം എടുത്തോണ്ട് വരണം, കയ്യിൽ വരണം, കൊണ്ടുവരണം കേട്ടോ. അതൊന്ന് എടുക്കണം. എന്ത് മാറ്റം വരാമെന്നറിയോ? ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കൂദാശ പുസ്തകവും കറുത്തപ്പായവും മാത്രമേ ഞാൻ കൊണ്ടുപോകത്തുള്ളായിരുന്നു. അച്ഛനായിരുന്നപ്പോഴത്തെ കാര്യമാണ്. ഞാൻ വേദപുസ്തകം എടുത്തൊരു കാലം, അത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ അഭിഷേകം ഉണ്ടായത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വേദപുസ്തകം എടുക്കണം. വേദപുസ്തകം ഇന്ന സഭക്കാർക്ക് വേണ്ടിയൊന്നുമല്ല. അത് ദൈവത്തെ അറിയുന്ന, കർത്താവിനെ അറിയുന്ന, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന എല്ലാവരുടെയും കരങ്ങളിൽ ഈ വേദപുസ്തകം കാണണം പ്രിയപ്പെട്ടവര്. ഇവർ രണ്ടുപേരും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വന്ന റിട്ടയർ ചെയ്തവരെ രണ്ടുപേരും, അവരുടെ കയ്യിൽ വേദപുസ്തകം ഉണ്ട്. ബാക്കി എത്ര പേരുടെ കയ്യിലുണ്ട്? ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഇത്രയും പോലും ആൾ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ്ട, വരണ്ട. എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. പണ്ട് ഞാൻ പറയുമായിരുന്നു, പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളിലൊക്കെ പറയുമായിരുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഫുട്പാത്തിൽ എൻ്റെ ശവം അടക്കിയേക്കണമെന്ന്. പിന്നെ ശവമില്ലേ, പിന്നെ പൂർണ്ണ മെത്രാജെന്ന് പറയാൻ പറ്റുമോ? അടക്കിയേക്കണമെന്ന് പറയുമായിരുന്നു. ഇപ്പം ഞാൻ പറയുമോ? ഇപ്പം ഞാൻ പറയത്തില്ല. കാരണം എന്താ? ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കാതെ തന്നെ, ഞാൻ ആഗ്രഹിക്കാതെ തന്നെ എനിക്ക് വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ മകനായി തീർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം ദൈവം ദാനമായി തരാൻ നമ്മുടെ പിതാവ് സമ്പന്നനായതുകൊണ്ട് ഇനി ഫുട്പാത്തിൽ അടക്കപ്പെടണമെന്ന് ചിന്തിച്ചാലും അതിന് യാതൊരു സ്ഥാനവുമില്ല. കാരണം ഞാൻ ചിലരോടൊക്കെ, എനിക്ക് അടുത്ത ഉള്ളവരോടൊക്കെ പറയാറുണ്ട്, എന്ത് ചെയ്യണമെന്നറിയാമോ? ഞാൻ ചായുമ്പം ആരും വന്നില്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു കുഴി എടുത്തിട്ട്
ഇരുത്തി ഒന്നും അടക്കമൊന്നും വേണ്ട. അതുകൊണ്ട് എവിടോട്ടെങ്കിലും അങ്ങ് അടക്കിയേക്കണം. ആർക്കെങ്കിലും അറിയാവുന്ന വല്ല സമയമാനത്തിലോ ഏതെങ്കിലും ഒരു പാട്ട് പാടി അങ്ങ് കുഴിച്ചിട്ടിരുന്നാൽ മതി. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഇതിനകത്തിരിക്കുന്ന ഒരു ആത്മാവാണ്. ഇതിനകത്തിരിക്കുന്ന ഒരാത്മാവ്, വിലയേറിയ ഒരാത്മാവ്. ഈ ലോകത്തിലെ ഒരു മനുഷ്യനും കണക്ക് കൂട്ടാനോ കണക്ക് കൂട്ടി കുറയ്ക്കാനോ കഴിയാത്ത ഒരാത്മാവ് ഇത് ദൈവത്തിൻ്റെ ആത്മാവിനെ ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആത്മാവിനാണ് വിലയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ.